ഹായ് ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു മൈസൂർ വ്ളോഗാണ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കിഡി വ്ളോഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ വയനാട് വഴി ബന്ദിപ്പൂർ വഴി നേരെ എത്തിയിരിക്കുന്നത് മൈസൂരാണ്. ആ ഒരു ട്രിപ്പിൻ്റെ ബാലൻസാണ് ഈ കാണിക്കുന്നത്. ആ മൈസൂർ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ഒരു രാത്രിയായി. അത് രസമുണ്ടായിരുന്നു. ലൈറ്റ് ഷോ ഉണ്ട് മൈസൂർ പാലസിൽ. ആ പാലസൊക്കെ ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ കയറാനൊന്നും പറ്റില്ല. നമുക്ക് രാവിലെയാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ കയറിയത്. അപ്പോൾ രാവിലെ ആയപ്പോൾ ഈ ഒരു പാലസിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ആ ഒരു ടൈലൊക്കെ ഉണ്ടല്ലോ താഴെ വിരിച്ചിരിക്കുന്നത്, അതൊക്കെ കുറേ പഴക്കമുള്ള ടൈലാണ്. അതിൻ്റെ ഇടയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അവർ. പൊട്ടിയ ടൈലുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ചില ഏരിയാസിലോട്ട് നമ്മളെ കടത്തി വിടുന്നില്ല. കാരണം അവിടുത്തെ പുരാവസ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതെല്ലാം ഡാമേജ് ആവാതെ അത് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിശയിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിസ്തൃതിയിലാണ് ആ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നല്ല സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് തൊടാനൊന്നും അനുവാദമില്ല. അതിൽ ഏറ്റവും എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നുന്നതെന്ന് പറയുന്നത് അവിടുത്തെ സ്വർണ്ണരഥമാണ്. ഫുള്ള് ഗോൾഡിലുള്ള ഈ ഒരു രഥം, ഫുള്ള് ഗോൾഡിലുള്ള ആ രാജാവിൻ്റെ ആ രഥം എത്രയോ കിലോ തൂക്കം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഞാൻ ആ വെയിറ്റ് അവിടെ എഴുതി വെച്ചിരുന്നു, ഞാനതിപ്പോൾ ഓർക്കുന്നില്ല. അതിനുള്ളിൽ ചെല്ലുമ്പോൾ ആ ഒരു രാജസദസ്സ്, അതിൻ്റെ തൂണുകളായിക്കോട്ടെ, നമ്മളൊക്കെ ആ ഒരു രാജാവിൻ്റെ എഫക്റ്റ് തരുന്ന രീതിയിൽ നാച്ചുറൽ പെയിൻറ്റിങ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് കൊട്ടാരം സജ്ജമാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന പോലെയുള്ള ഈ സീലിംഗ് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ പോലെയല്ല, അന്നത്തെ കാലത്തെ രാജാവ് ചെയ്തിരിക്കുന്ന ആ ഒരു സീലിംഗ് വർക്ക്, ഒരു നോർത്ത് ഇന്ത്യൻ മോഡലിലാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ വർക്ക് മൊത്തം വന്നിരിക്കുന്നത്. നമുക്ക് ഒരു വയനാട് വഴി നമുക്ക് ബന്ദിപ്പൂർ വഴിയൊക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമെന്നാണ് മൈസൂർ പാലസ്. ആ രാജാവ് ഇരിക്കുന്ന ആ എന്താ പറയുക, സഭ വിളിച്ചു കൂട്ടുന്ന ആ ഒരു ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ. ധീര പോലുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അതേ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കല്ലേ. ബൈ.